ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമ്മുവിൻ്റെ കല്യാണത്തിന് 2 ദിവസം മുൻപ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. വീടൊക്കെ ഫുൾ ഡെക്കറേറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് മാത്രമേ കേട്ടോ എനിക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ, മീനുട്ടിക്ക് സ്കൂളുള്ള കാരണം. അമ്മുവിൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസും പിന്നെ അവളുടെ തലേ ദിവസത്തെ മെഹന്തിയുടെ ഫോട്ടോ ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. തലേ ദിവസം ഗുലാബി നൈറ്റിനുള്ള സ്റ്റേജ് ഡെക്കറേഷൻസ് കാണാൻ പോയതാണ് ഞങ്ങൾ. ഒരു 4 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ദക്ഷിണ പരിപാടിക്കുള്ള സെറ്റിങ്സൊക്കെ തുടങ്ങി. എല്ലാവരും നല്ല അടിപൊളി സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ഉടുത്തിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഡ്രസ് കോഡൊക്കെയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ പാറുമോൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാവരും ഒരുപോലെയുള്ള ഡ്രസ്സിങ്ങൊക്കെ ആയപ്പോൾ നല്ല സന്തോഷം തോന്നി. ഞാനൊരു 100% ഫാമിലി പേഴ്സണാണ്. ഫാമിലിയായിട്ട് അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഫാമിലിയിലെ എല്ലാവരും കൂടി ഞങ്ങൾ ഒത്തുകൂടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെങ്ത്ത് തന്നെയാണ്. എന്നെ സംബന്ധിച്ചത് 100%ഉം കറക്റ്റാണ്. എൻ്റെ ഫാമിലി തന്നെയാണ് എനിക്കെല്ലാം. അങ്ങനെ ഞങ്ങളുടെ ഗുലാബി നൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ. ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇത് നമ്മുടെ കസിൻസ് എല്ലാവരും കൂടി എടുത്തിട്ടുള്ള സെൽഫിയാണ്. പിന്നെ ഞങ്ങളുടെ അടിപൊളി നമ്മൾ എടുത്ത് വന്നിട്ടുണ്ട് അത്രയ്ക്ക് ചെറുപ്പത്തിൽ. അപ്പൊ ഞാൻ അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ വന്നപ്പോ തിരിച്ചു പോകുമ്പോൾ നിശ്ചയത്തിന്റെ അന്ന് രാവിലെയാണ് പോകുന്നത്. അതിന്റെ മനസ്സിനെ വല്ലാതെ വിഷമിച്ചു, അവളെ വിഷമിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ യോഗം ഞാൻ ഇന്ന് എന്തായാലും ഇവിടെ എത്ര എന്ന് പറഞ്ഞാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. ഇന്ന് പറ്റിയിട്ടുള്ളൂ ഞാൻ നേരെ വരുന്ന വരവാണ്. അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാൻ നാളെ സജീവമാവും. ബാക്കി മനസ്സിലാത്ത കാര്യം സംസാരിക്കും. നന്ദുവിന് എന്തോ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി നിർബന്ധിക്കണം. ടുട്ടു കളിച്ചിരിക്കാന്ന് എല്ലാവർക്കും അറിയാം. ടുട്ടുവിന്റെ ഒരു ഗംഭീര പ്രകടനം ഉണ്ടായിരിക്കും. ടുട്ടു പഠിച്ചോണ്ടിരിക്കുകയാണ്, പറയാനുള്ള കുറച്ച് ഡയലോഗുകളാണ് ഓർക്കണ്ട്. എല്ലാവരും ഒരു സമയം കൊടുക്കണം. ഞാൻ നൈസില് പറയാനൊരു അവസരം എനിക്ക് നമ്മള് കൂട്ടുകാരോട് സംസാരിക്കണ പോലെ അവളിനേക്കാൾ താഴെയുണ്ട്. എന്നുവെച്ചാലും കൂടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ. ചിലപ്പോൾ എൻ്റെ ചേച്ചിമാരോട് പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ അവളോടായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഫോൺ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം സംസാരിക്കും. അവളുടെ കാര്യം എന്താണെങ്കിൽ എനിക്ക് ഇതിനെ പോലത്തെ ഒരു വെച്ച് കുറ്റിയിരിക്കെ ഏകദേശം അവൾ തോന്നിയതാണ്. അവൾ സംസാരിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും ചവിട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ കണ്ണു നിന്നായ അമ്പാടി കൈക്കിടാതെ കോടിപ്പാവുടു അങ്ങനെ ഗുലാബി നൈറ്റ് അടിപൊളിയായിട്ട് അവസാനിച്ചു. എൻ്റെ വെഡ്ഡിങ് ലുക്കാണിത്. ഗസ്റ്റ് ലുക്ക് മേക്കപ്പാണ്. മേക്കപ്പ് ചെയ്തിട്ടുള്ള ഏഞ്ചൽസ് ബ്യൂട്ടി ലോഞ്ച് എന്നാണ് കുനത്തറുള്ള. ഇതാണ് അമ്മുവിൻ്റെ വെഡ്ഡിങ് ലുക്ക്. നല്ല സൂപ്പറായിരുന്നു, സിമ്പിളായിരുന്നു, നല്ല എലഗൻ്റ് ആയിരുന്നു. അമ്മു നല്ല സുന്ദരിയായിട്ടുണ്ട്. അവളുടെ വെഡ്ഡിങ് ലുക്കാണ്. പിന്നെ ഞങ്ങൾ പെണ്ണിനെയും കൊണ്ട് സ്റ്റേജിലേക്ക് വരുന്ന ഞങ്ങളുടെ എൻട്രിയാണ്. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത്, ഒരുപാട് പ്ലാൻ ചെയ്ത്, ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള മൊമെൻറ്റ്സാണ്.
എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നടന്ന് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. ഞങ്ങളുടെ എൻട്രിയാണിത്. ഇതിൻ്റെ റീൽസും വീഡിയോസും ഒക്കെ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോസൊക്കെ കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇനിയും പോസ്റ്റ് ചെയ്യാം. അങ്ങനെ അമ്മൂൻ്റെ ബിഗ് ഡേ സൂപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു ഫങ്ഷൻ. ഒരുപാട് റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കാണാൻ പറ്റി. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവരൊക്കെ കാണുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം ആവാറായി. അപ്പോൾ ഈ 10 വർഷത്തിന് ശേഷമാണ് വീട്ടിൽ ഇന്ന് ഇത്രയും വലിയൊരു കല്യാണം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ വീഡിയോസിലോ ഈ വാക്കുകളോണ്ടൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സന്തോഷമുണ്ട്. ബ്രദർ ഓക്കെ ഒന്നിവിടെ നോക്കിയേ. ഇവിടെ എല്ലാവരും നോക്കി. സ്മൈലി തരുക. ഒരുപാട് വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. സത്യത്തിൽ ഒന്നും നടന്നില്ല. ഒന്നാമത് മക്കളുടെ പിന്നാലെ ആയിരുന്നു. രണ്ടാമത് നമ്മുടെ സ്വന്തം വീട്ടിലെ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ മറക്കും. അത് സ്വാഭാവികമാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഫോട്ടോസൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും എക്സ്ട്രീം ലെവലാണ്. പിന്നെ ഞങ്ങൾ ബ്രൈഡ്സ് മെയ്ഡ്സൊക്കെ നന്നായി തകർത്തിട്ടുണ്ട്. ഞങ്ങൾ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ചാൻസും മിസ് ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ഞങ്ങളേനെയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഫുൾ സെൽഫീസും ഫോട്ടോസും എടുക്കേണ്ട തിരക്ക് തന്നെയായിരുന്നു. ഇത് എൻ്റെ സോൾമേറ്റ് ആയിട്ടുള്ള മേമയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ അമ്മായിമാർ, മക്കൾ, മരുമക്കൾ, കുട്ടികൾ, അങ്ങനെ വലിയൊരു ഫാമിലിയിലത്തെ മെമ്പറാണ് ഞാൻ. എൻ്റെ ഫുൾ ഫാമിലിയാണിത്. ഞങ്ങൾ കസിൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അവരുടെ മക്കളൊക്കെ ഉള്ളൊരു ടീമാണ്. ഇത് ഞങ്ങൾ കസിൻസിൻ്റെ മക്കളുടെ ഒരു ടീമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾക്ക് പിന്നെയും നല്ലൊരു മൊമെൻ്റ് കിട്ടിയേക്കാണ്. അപ്പോൾ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം മനസ്സ് അറിഞ്ഞ് സന്തോഷിച്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെയാണ്. പിന്നെ അമ്മുവിൻ്റെ സെക്കൻഡ് ലുക്കാണിത്. അവളുടെ മന്ത്രകോടി എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ഇത് ജസ്റ്റ് ഓരോ ഫോട്ടോസായിട്ട് പോസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പാകമുള്ളൂ. പിന്നെ ഞങ്ങൾ റിസപ്ഷന് പോയിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ റിസപ്ഷൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. ഞാനൊരു സ്കേർട്ടും ടോപ്പും ആയിരുന്നു. അതിവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അങ്ങനെ റിസപ്ഷൻ ഫംഗ്ഷനും കേക്ക് കട്ടിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഞങ്ങൾ കസിൻസൊക്കെ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അമ്മുവിൻ്റെ റിസപ്ഷൻ ലുക്കും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അവൾ ഈ ഡ്രസ്സിനൊക്കെ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ എനിക്കും നല്ല സന്തോഷം. ഇതെൻ്റെ താട്ടന്മാരാണ്, ബ്രദേഴ്സിൻ്റെ ഒരു ടീമാണ്. 2 ആൾ മിസ്സിങ് ഉണ്ട്. എല്ലാവരെയും കൂടി ഒരുമിച്ച് കിട്ടിയില്ല. ഓരോരുത്തരും ഓരോ തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ സോങ്ങൊക്കെ ഇട്ടിട്ട് എൻ്റെ ഒരു ആഗ്രഹം തീർത്തതാണ്. ഇവരുടെ കൂടെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.